നമസ്കാരം, ആരോഗ്യപദത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹോളിസ്റ്റിക് മെഡിസിനിൽ ഹൃദ്രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും അതിൻ്റെ സാധ്യതകളും ഒക്കെയാണ് കേട്ടത്. ഈ എപ്പിസോഡിൽ നമുക്ക് ഹോളിസ്റ്റിക് മെഡിസിൻ, ഡയബറ്റിക്സ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കേൾക്കാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇൻ്റർനാഷണൽ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ KB പിള്ളയാണ്. സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇപ്പോൾ ഹോളിസ്റ്റിക് മെഡിസിനിൽ ഡയബറ്റിക്സ് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പം സർ, ആദ്യം തന്നെ ഡയബറ്റിക്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ചെയ്യാമോ? ഇപ്പോൾ ഡയബറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡയബറ്റിസിന് പല വകഭേദങ്ങളുമുണ്ട്. നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഒന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒന്ന് ഡയബറ്റിസ് മെലിറ്റസ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആൻഡ് ജുവനൈൽ ഡയബറ്റീസ്. അപ്പോൾ രണ്ടും ഞാൻ മൂന്നുമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ളത് പിന്നെ നമ്മളിന്ന് പറയാൻ പോകുന്നത് ജുവനൈൽ ഡയബറ്റിക് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നതാണ്. പാരമ്പര്യം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഡയബറ്റിസ് ഉണ്ടാവും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പാൻക്രിയാസ് അവിടെയുണ്ട്, അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പല കാരണങ്ങൾ വരും. അപ്പോൾ അതേപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാനില്ല. ട്രീറ്റ്മെൻറ്റാണല്ലോ പ്രധാനം. കാരണം എന്തായി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് 2 ആണ് ഈ പിന്നെ പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത്. ഇവിടെ മാത്രമല്ല, ലോകം മുഴുക്കിയുണ്ട്, കോമൺ ആയിട്ട് മുഴുക്കിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അതും പിന്നെ ഡയബറ്റീസിൻ്റെ മറ്റൊരു വകഭേദം എന്നുള്ളത്. എന്നാലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ആളുകൾക്ക് വരുന്നത് ഡയബറ്റിസ് മെലിറ്റസ്, അത് ഡയബറ്റിസ് 2 എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ പിന്നെ പല കാരണങ്ങളാണ്. അപ്പോൾ ലോകം മുഴുക്കിയുള്ള ജനതയിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഡയബറ്റീസ് കൂടുതൽ കാണുന്നത് ഇന്ത്യയിലാണ്. കാരണം പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമായിട്ട് വരാം. പിന്നെ നമുക്കിവിടെ പാരമ്പര്യത്തിനേക്കാൾ പ്രാധാന്യമായിട്ട് വരുന്നത് ഈ നമ്മുടെ ജീവിതശൈലി രോഗമെന്ന് ഇതിനെ പറയാം. അപ്പോൾ അതിൻ്റെ കാരണം, ഇപ്പോൾ ഉദാഹരണം, നമുക്ക് ജീവിതശൈലി ആണെങ്കിൽ തന്നെ കേരളത്തിൻ്റെ ഒരു ജീവിതശൈലി പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല ഇന്ത്യയിൽ ആവശ്യത്തിനുള്ള ശുദ്ധജലം കിട്ടുന്നില്ല, ശുദ്ധവായു കിട്ടുന്നില്ല. പിന്നെ അതൊന്ന് ഹ്യൂമൻ പൊള്യൂഷനാണ്, ഏറ്റവും വലിയ പൊള്യൂഷൻ ഹ്യൂമൻ പൊള്യൂഷനാണ്. ഈ കൊച്ചു സ്റ്റേറ്റിൽ തന്നെ ഏകദേശം 4 കോടിയിൽ കൂടുതലുണ്ട്. കണക്കും പ്രകാരം തന്നെ 3.5 കോടിയുണ്ട്. അത് കണക്കും പ്രകാരം നോക്കിയിട്ട് കാര്യമില്ല. ഏകദേശം ഒരു 4-5 കോടിയോളം ജനങ്ങളുണ്ട്. കുട്ടികളായിട്ട് ഇതെല്ലാം വരുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല. പിന്നെ അതുപോലെ ആഹാര സാധനങ്ങൾ ഇവിടെ കിട്ടുന്നത് നാച്ചുറലായിട്ടൊന്നും കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന മുഴുക്കെ ഈ തമിഴ്നാട്ടിലെ എൻഡോസൾഫാൻ പോലുള്ള കെമിക്കൽ സാധനങ്ങളെല്ലാം അടിച്ചു വരുന്നതാണ്. ഇതെല്ലാമാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ കുടിക്കുന്ന വെള്ളവും ഇതുപോലെ തന്നെയാണ്. വെള്ളത്തിൻ്റെ ഇതുപോലെ ക്വാളിറ്റി വളരെ 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 പുവറാണ്. അതിപ്പോൾ തമിഴ്നാട് തന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര പിന്നെ പുഴകളോ അതും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടുത്തെ അത്രയും കണ്ടാമിനേഷൻ അതിനകത്ത് വരുന്നില്ല. പഴയ ആളുകൾ ഇവിടുത്തെ പിന്നെ തോട്ടിലെ വെള്ളം വരെ കുടിക്കാമായിരുന്നു. ഇപ്പോൾ എല്ലാം കണ്ടാമിനേഷനാണ്. അപ്പം ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ കൊണ്ട് ഇപ്പോൾ വെള്ളത്തിൽ കൂടെ തന്നെ ഇത് വരും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സിറ്റി തന്നെ എടുക്കാം. അപ്പോൾ ഇത് ശുദ്ധജലം എന്ന് പറയുന്ന സംഗതിയില്ല. നമ്മൾ കിട്ടുന്നത് ഈ അരുവിക്കരയിൽ അതുപോലെ പിന്നെ ഈ ഡാമിൽ വരുന്ന വെള്ളമാണ്. അതിൽ തന്നെ ഇത് ഏറ്റവും ക്ലോറിനേറ്റഡ് വാട്ടറാണ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ബ്ലീച്ചിങ് പൗഡറാണ്. നമ്മൾ ക്ലോറിൻ എന്ന് പറയുന്ന പേര് അതിൻ്റെ ഓമന പേരെന്നുള്ളതേ ഉള്ളൂ. ബ്ലീച്ചിങ് പൗഡർ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസ്ത്രം കഴുകുന്ന അതേ പിന്നെ ഈ കെമിക്കൽ തന്നെയാണ് കൊണ്ടിടുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഈ കെമിക്കൽ ഇതിന് ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. ഈ അളവിൽ കൂടുതലാണ് ഇവരിടുന്നത്. അപ്പോൾ പിന്നെ ഈ ജോലിക്കാർക്ക് പെട്ടെന്ന് എല്ലാ ദിവസവും കൊണ്ട് ഇത് ഇടാൻ പറ്റും. അവർ ഒരു മാസത്തേക്കുള്ള ഒരു ഒറ്റയാഴ്ച കൊണ്ട് എല്ലാം കൂടെ അങ്ങിടും. എന്നിട്ട് തന്നെ അപ്പോൾ നമുക്കത് തന്നെ ചിലപ്പോൾ നമ്മൾ പൈപ്പിൽ പിന്നെ ടാപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല കെമിക്കൽ എല്ലാം വരും, നല്ല കളർ വ്യത്യാസമാണ്, പാല് പോലെ വരും വെള്ളം. അപ്പോൾ അത് കാരണം അത് അത്രയും കെമിക്കലാണ്. ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ഈ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള പിന്നെ ഒരു അവയവമാണ് പാൻക്രിയാസ്. അതിനെ ഇത് അഫക്റ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന കിഡ്നിയാണ്. കിഡ്നിയുടെ ജോലി എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫിൽറ്റേർഡ് വാട്ടർ അല്ലെങ്കിൽ ഇത് കിഡ്നിയെ ബാധിക്കും. അതുപോലെ തന്നെ രക്തത്തിലുള്ള എല്ലാ അവയവങ്ങളെയും ഇത് ബാധിക്കും. കാരണം ഈ ഫിൽട്ടർ വെള്ളമല്ല, നല്ല ഫിൽട്ടർ വെള്ളമല്ലെന്നുണ്ടെങ്കിൽ ഇത് ഹൃദയത്തിനെ ബാധിക്കും, എല്ലാ അവയവങ്ങളെയും ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ തന്നെ ഒരു ഹൈ ക്ലാസ് ഫിൽറ്റർ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്.
അത് ഏതൊരു 4-5 പിന്നെ ഫിൽറ്റർ ഹൈ ക്വാളിറ്റി ഫിൽറ്ററാണ് അതിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതാരും ഉപയോഗിക്കാറില്ല. ഇത് പിന്നെ അതിനൊരു 10-15-20 ലക്ഷം രൂപ അല്ല 20,000 രൂപയോളം വരും. ഇതാർക്കും അഫോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പൈപ്പ് വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പൈപ്പിൽ നേരിട്ട് വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ. പൈപ്പിൽ നേരിട്ട് അത് അങ്ങനെ കുടിക്കുന്നവരാണ് ധാരാളം. പണ്ടെന്ന് പറഞ്ഞാൽ കിണർ വെള്ളം ഉണ്ടായിരുന്നു. അത് ഫിൽറ്റർ പിന്നെ നാച്ചുറൽ ഫിൽറ്ററാണ്. അപ്പോൾ അത് ഇപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കിണറെല്ലാം നികത്തി ഇപ്പോൾ പൈപ്പ് വാട്ടർ മാത്രമാണ് ഒരുവിധമുള്ള സിറ്റികളിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം. അപ്പോൾ ഈ കെമിക്കൽ വെള്ളമാണ്. അപ്പോൾ അത് കിഡ്നി ഡാമേജ് ആവും. അപ്പോൾ ഈ കെമിക്കലെല്ലാം കൂടെ ചെന്നിട്ട് ഈ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞാണ് പിന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവം, അതിന് വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെയാവും. അതൊന്ന്. 2 പിന്നെ ആഹാര സാധനങ്ങളാണ്. ഈ എൻഡോസൾഫാൻ പോലുള്ള സാധനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് അടിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ. ഈ പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ കാണാം. ഈ കൃഷിയിടങ്ങളിലെല്ലാം പിന്നെ ഈ എൻഡോസൾഫാൻ പോലുള്ള ഈ കെമിക്കൽ അടിച്ചിട്ട് പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ട് ഈ പക്ഷികൾ വരെ മരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു പിന്നെ വെജിറ്റബിൾസാണ് നമ്മളിവിടെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കുഴപ്പം കാണും. കാരണം ഇതിൻ്റെ കെമിക്കൽ നമുക്ക് മാറ്റാനും വലിയ പാടാണ്. പിന്നെ നമുക്കൊരു പിന്നെ പരിധി വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ നമ്മുടെ മഞ്ഞളിലോ അല്ലെങ്കിൽ പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിലോ ഒക്കെ മുക്കി വെച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പുളിവെള്ളം ആയാലും മതി. കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കെമിക്കൽസ് എല്ലാം പോകും. അതൊന്നും ആരും ചെയ്യാറില്ല. നമ്മൾ നേരെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് അതുപോലെ തന്നെ കഴിക്കുകയാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം. ഫ്രൂട്ട്സിലും എല്ലാം ഇത് പിന്നെ അടിച്ചല്ലേ ഇത് വരുന്നത്. അതിനാണ് ഈ അവർ പ്രത്യേകിച്ച് ഓർഗാനിക് എന്നൊക്കെ പറയും. അത് വെറുതെ പറച്ചിലേ ഉള്ളൂ. ഓർഗാനിക് അങ്ങനെ ഇല്ല. അതേസമയം ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസ് ഓർഗാനിക് തന്നെ ആയിരിക്കും. അതിനകത്ത് കെമിക്കൽ കാണില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം വെളിയിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ പരിശോധിച്ചിട്ട് അതുപോലെ തന്നെ തിരിച്ചയക്കും. പിന്നെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇഞ്ചൂറിയസ് ആയിട്ടുള്ള കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാങ്ക്രിയാസിന് വേണ്ടത്ര രീതിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടത്. പക്ഷേ സപ്ലിമെൻറ്റ് എന്നുള്ള കുഴപ്പമെന്ന് കഴിഞ്ഞാൽ ഇൻസുലിന് പകരമുള്ള പിന്നെ ഒരുപാട് ഗുളികകളുണ്ട്. പിന്നെ അതുപോലെ ഇൻസുലിൻ തന്നെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാങ്ക്രിയാസ് ലേസി ആയി പോകും. അത് ഒട്ടും വർക്ക് ചെയ്യില്ല. അതിന് ഏറ്റവും നല്ലത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട്, ഉദാഹരണം ധാന്യങ്ങൾ കഴിയുന്നതും ഈ പിന്നെ ധാന്യങ്ങൾ ധാരാളം കഴിക്കുക. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കെമിക്കൽ പിന്നെ ഫ്രീ ആക്കി കഴിയുന്നതും കഴിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. പക്ഷെ അതുവരെ കിട്ടാനില്ല, ചെയ്യുന്നതുമില്ല. നമ്മളെല്ലാം പ്രത്യേകിച്ച് പിന്നെ സിറ്റിയിലാകുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള സമയമില്ല. അവർ കിട്ടുന്ന വിഷമെല്ലാം നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയാണ്. അതും ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ അത് മാറത്തില്ല. അത് കോവിഡ് വന്നതിന് ശേഷമാണ് ഇത്രയും കൂടുതലായിട്ട്. അത് നമുക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. കാരണം വേണ്ടത്ര വെള്ളം ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഈ ആഹാര സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുമല്ല, പിന്നെ ആനിമൽ പ്രോഡക്റ്റ് ഇതുപോലെയാണ്. കാരണം ആനിമൽസ് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ മറ്റേ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ മനുഷ്യനുണ്ടാകുന്ന സക്കര സോക്കേടും ആനിമൽസിനും ഉണ്ടാവും. അതായത് കോൾഡ് ടു ക്യാൻസർ വരെയും. ഇപ്പോൾ അതാണ് ഈ തമിഴ്നാട്, അത് നമ്മുടെ ആളുകളാണ് കേരളീയരാണ് ഏറ്റവും കൂടുതൽ മാംസം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ആവശ്യമില്ലാത്ത തമിഴ്നാടുകാർ തന്നെ അവർ തന്നെ പിന്നെ അവരുടെ ആവശ്യത്തിന് അവർ അവിടെ ഉണ്ടാക്കിയ മൃഗങ്ങളെ ആയി കഴിഞ്ഞാൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം ഉപയോഗശൂന്യമായിട്ടുള്ളതിനെ ഈ പിന്നെ ഇത് ഈ ലോറികളിൽ കയറ്റിയോണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ടി വിയിലെല്ലാം കാണാം. ഈ അത് പിന്നെ അതെല്ലാം മരിച്ചതിനെ വരെയും കൊണ്ടുവരും. അവർ മരിച്ചു കഴിഞ്ഞാലും അതിനെ കളയില്ല. ഇവിടെ കൊണ്ടുവന്ന് ഡീക്കെയ്ഡ് മീറ്റ്, ഫിഷ് ഇതെല്ലാമാണ് കഴിക്കുന്നത്. ഇതിനകത്തെല്ലാം കെമിക്കൽസും ഉണ്ട്. അപ്പോൾ ഈ കെമിക്കലെല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കിടെ പാങ്ക്രിയാസ് വേണ്ടത്ര ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. മിക്കവാറും എല്ലാ ആളുകൾക്കും ഇപ്പം പിന്നെ ഷുഗർ പിന്നെ ഇൻസുലിൻ പിന്നെ ഡിപ്പെൻഡൻ്റ് ആണ് കൂടുതലായിട്ടുള്ളതും. ഈ ഡയബറ്റീസ് പ്രീ ഡയബറ്റിക് ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കുള്ളത്. പിന്നെ ഇത് കഴിയാൻ മാത്രമല്ല, ഡയബറ്റീസ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന പണ്ട് ഡയബറ്റീസ് ഉള്ള ആളുകളെ നമ്മൾ പിന്നെ പെർസെൻറ്റേജ് എടുക്കും. ഇപ്പം ഡയബറ്റീസ് ഇല്ലാത്ത ആരെന്ന് നോക്കിക്കൊണ്ടാൽ മാത്രമേ എല്ലാ ആൾക്കും കുട്ടികൾക്ക് സഹിതം ഡയബറ്റീസ് വരുന്നുണ്ട്. അതൊന്നാമത് നമ്മുടെ നോൺ വെജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. ഈ കെമിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കും വേണ്ടത്ര. നമുക്ക് ഒരു ദിവസം വെള്ളം വേണ്ടുന്നത് 4 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്ലാസ്സിന് ഒരു 10 ഗ്ലാസ് വെള്ളം, പിന്നെ ചെറിയ ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 15 ഗ്ലാസ് വെള്ളം വരെ. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം പോലും ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം നമ്മുടെ
പാങ്ക്രിയാസിനെയും കിഡ്നി എല്ലാം എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ബ്ലഡിൻ്റെ, അതായത് ചുരുക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് കംപ്ലീറ്റ് കണ്ടാമിനേറ്റഡ് ആണ്. ഹൃദ്രോഗം വരെയും ഉണ്ടാവും, കോൾഡ് ഉണ്ടാവും. ഇപ്പോൾ വരുന്ന ആളുകൾക്ക് അത്രയും കോൾഡ്, കുട്ടികൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഈ OP-യിൽ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. വെള്ളം കൊണ്ടും വെള്ളത്തിൻ്റെ ആഹാരത്തിൻ്റെ ശുചിയില്ലാത്ത ആഹാരം കഴിക്കുന്നത് കൊണ്ടുള്ളതാണ്. കൊച്ചുകുട്ടികൾക്ക് വരെ അതാണ് വരുന്നത്. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മാറത്തുമില്ല, പ്രതിരോധ ശക്തി തീരെയില്ല. അപ്പോൾ പ്രതിരോധ ശക്തി ഇല്ലാത്തത് കൊണ്ടുമാണ് വരുന്നത്. അപ്പോൾ സാർ, ഇപ്പം ഡയബറ്റിക്സ് വരാനുള്ള കാരണങ്ങൾ, പല പല കാരണങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യം, അങ്ങനെ പല റീസൺസ് പറഞ്ഞു. അപ്പം ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞ ഒരാൾ പിന്നെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറെ അടുത്ത് പോവുക. അവർ പറയും നിങ്ങളിതെല്ലാം പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിക്കിനൊരു ഇതുണ്ട്, പിന്നെ HbA1c. കാരണം ഡയബറ്റിസ് ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടോ, വന്നു കഴിഞ്ഞിട്ട് ഏതെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ആ ഒരു ടെസ്റ്റ് കൊണ്ട് അറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബ്ലഡ് നമുക്ക് ഒരു 10-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാബറട്ടറി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അറിയാൻ പറ്റും. ചില ആൾക്ക് യൂറിൻ കാണത്തില്ല, ബ്ലഡിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് ഇപ്പോൾ സാധാരണ ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80-120 വരേണ്ടത്. അപ്പോൾ അതിന് പകരം 80-84 അല്ലെങ്കിൽ ഇപ്പോൾ 100 ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മുടെ ആഹാരം കഴിക്കുന്നതിന് ആശ്രയിച്ചിരിക്കും. ഉദാഹരണം, നമ്മൾ ഈ വല്ല ലഡു, ജിലേബി അതുപോലുള്ള മധുര പലഹാരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ബ്ലഡിലും കാണിക്കും, യൂറിനിലും കാണിക്കും. അതേസമയം ഷുഗർ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 24 hours കൊണ്ട് അത് നോർമലായിട്ട് വരും. അതിന് പറയുന്നത് സിംറ്റമാറ്റിക് ഡയബറ്റീസ് ആണ് പറയുന്നത്. അപ്പോൾ സിംറ്റമാറ്റിക് ഡയബറ്റീസ് അങ്ങ് മാറി. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം, നമ്മൾ ഏതെങ്കിലും ഒരു കൂടുതലായിട്ടുള്ള കേക്ക് അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കാണിക്കും, എല്ലാവർക്കും കാണിക്കും അത്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവരും. ഷുഗർ ഉള്ളവർക്ക് അതങ്ങ് വളരെ കൂടും. ഇപ്പോൾ 80-120 പകരം വരുന്നത് ഒരു 100, 150, 200, പിന്നെ 500 വരെയും വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയബറ്റിക് കോമാക്ക് വരും. വന്നു കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് പിന്നെ അബോധാവസ്ഥയിലാവുകയാണ്. അപ്പോൾ ഒരു സൈഡ് അങ്ങ് തളർന്നു പോകും. കാരണം ബ്ലഡിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തലച്ചോറിനെ അത് ബാധിക്കും. അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഡയബറ്റീസ് ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ആഹാരം കൊണ്ട് മരുന്ന് കൊണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷനും വരത്തില്ല. അതേസമയം ഈ WHO തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നത് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് വന്നിട്ടുള്ളവർ ആരോഗ്യമായിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറ്റും അതുപോലെ മരുന്നും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കിട്ടും. ഡയറ്റ് കൊണ്ട് തന്നെ, ആഹാരം കൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഉദാഹരണം, നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നിരുന്നോട്ടെ. കാരണം ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളീയരുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടാണ് മരച്ചീനി അല്ലെങ്കിൽ കപ്പ, ചോറും. അപ്പോൾ ഇത് നിറച്ച് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മധുരമാണിത്. നമ്മൾ പഞ്ചസാര തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ 3 പ്രാവശ്യം കേരളീയർ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, അതുപോലെ പുട്ട്, ഇടിയപ്പം അതുപോലുള്ള എല്ലാ അരിയാഹാരം. പിന്നെ അത് കൂടാതെ ഈ പിന്നെ ഇതുണ്ടല്ലോ വെറോട്ട, അതുപോലൊക്കെ ഉള്ളത്. അത് വളരെ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വെറോട്ടായി എന്ന് പറയുന്നത്. കാരണം അതൊരു പിന്നെ പശയാണത്. പഴയകാലത്ത് പിന്നെ വാൾ പോസ്റ്റ് ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് വെറോട്ട. പിന്നെ അത് മാത്രം ദഹിക്കത്തില്ല അത്. കാരണം എവർ ഡൈജസ്റ്റ് ഇൻ ദ ബോഡി എന്നാണത്. അത് മാത്രമല്ല, അത് ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കത്തുമില്ല. പൊറോട്ട അടിക്കുന്നവരെല്ലാം വിയർപ്പെല്ലാം വന്ന് ഒരു വിയർപ്പും കൂടെ അതിനകത്ത് വരും, എല്ലാ അഴുക്കും വരും. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം ഈ ബംഗാളികളൊക്കെ വന്നിട്ടുണ്ട്. അവർ ഈ വെറോട്ട, ചപ്പാത്തി മാവൊക്കെ കാലുകൊണ്ട് ചവിട്ടിയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പിന്നെ ഹോട്ടലിനകത്ത് കയറി നോക്കുന്നില്ല ഒന്നും. നമ്മൾ ഹോട്ടലിൻ്റെ വൃത്തി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ടലിൻ്റെ പുറകിലോട്ട് പോയി നോക്കണം. ഈ ടോയ്ലറ്റിനകത്തൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അൺഹൈജീനിക്കായിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഷുഗർ പ്രോഡക്ട്സ് യാതൊരു കാരണവശാലും ഡയബറ്റീസ് ഉള്ള ആൾ കഴിക്കാൻ പാടില്ല, ഡയബറ്റീസ് ഇല്ലാത്തവരും കഴിക്കാൻ പാടില്ല. ഉദാഹരണം, പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ വൈറ്റ് പോയ്സൺ എന്നാണ്. അത് പഞ്ചസാര പിന്നെ ഇത് ബ്ലീച്ച് ചെയ്യാത്ത പിന്നെ പഞ്ചസാരയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ബ്ലീച്ച് ചെയ്തിട്ടുള്ള പഞ്ചസാരയാണ് വൈറ്റ് ഷുഗർ വരുന്നത്. അത് സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞൊരു പിന്നെ കെമിക്കൽ കൊണ്ടാണ്. അതായത് പിന്നെ ക്ലോറിനേക്കായി 10 മടങ്ങ് പവർഫുള്ളാണ്. ഇപ്പോൾ ഉദാഹരണം, ഈ സൾഫർ ഡയോക്സൈഡ് കൊണ്ട് ബ്ലീച്ച് കണ്ടി എൻ്റെ ഈ പാൻസ് പിന്നെ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ്. അപ്പോൾ ഇത് പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിനെയും എല്ലിനെയും കംപ്ലീറ്റ് പിന്നെ തകർത്ത് കളയും.
അതെ. ഇപ്പോൾ എല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം പിന്നെ ഈ പുഴുപ്പര നമ്മൾ പറയും അതിന് കാരീസ് ഓഫ് ടീത്താണ്. അതില്ലാത്ത കുട്ടികൾ ആരും ഇല്ല. കാരണം അത് വൈറ്റ് ഷുഗർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അതിന് പകരം ബ്രൗൺ ഷുഗർ എന്ന് പറയും. ബ്രൗൺ ഷുഗർ എന്നല്ലെങ്കിൽ ഈ കരിപ്പെട്ടി, അതും എനിക്ക് കുഴപ്പമില്ല. ഈ പിന്നെ പഞ്ചസാര ബ്ലീച്ച് ചെയ്യാത്ത പഞ്ചസാര ഉപയോഗിക്കാം. മാർക്കറ്റിൽ നമുക്ക് കിട്ടും. അതിന് ബ്രൗൺ ഷുഗർ എന്നാണ് പറയുന്നത്. ബ്രൗൺ ഷുഗർ വേറെയുണ്ട്, പോയിസണായിട്ടുള്ളതുകൊണ്ട്, ഇത് ലഹരിയായിട്ട് ഉപയോഗിക്കുന്നതും ബ്രൗൺ ഷുഗറും ഉണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനകത്ത് തന്നെയാണ് ഇത് ഉള്ളത്. അപ്പോൾ ഈ ആഹാരം കൊണ്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം ഡയബറ്റിക് പേഷ്യൻ്റ് കഴിയുന്നതും ഈ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്ട്സ് കഴിക്കാൻ പാടില്ല, ഒട്ടും കഴിക്കാൻ പാടില്ല. പിന്നെ അഥവാ അവർക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഈ ഷുഗർ ഫ്രീ ആയിട്ടുള്ളത്, അതും കെമിക്കലുണ്ട്, എന്നാൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് കലോറി ഇല്ല. പിന്നെ ഫ്രൂട്ടോസ് എന്ന് പറയും, ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നതാണ് ഈ പിന്നെ ഇത് ഈ ആ പഞ്ചസാരയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിന് ഫ്രൂട്ടോസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കലോറി ഇല്ലാത്തതാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് അങ്ങ് മാറിക്കോളും. അതുകൊണ്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കരിപ്പെട്ടി അവർക്ക് ഉപയോഗിക്കാം. പിന്നെ ഹണി, നല്ല ഹണി എന്ന് പറഞ്ഞാൽ തേൻ ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് മായമാണ്. ഈ തേൻ മുഴുക്കും പഞ്ചസാര ഒഴിക്കുക കാരണം അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ കരിപ്പെട്ടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. എന്ന് വിചാരിച്ചാൽ കൂടുതൽ ഒരു ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യം വളരെ മിനിമമായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അതൊരു ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇത് ഈ വൈറ്റ് പിന്നെ നമ്മുടെ പിന്നെ പഞ്ചസാര പോലെ തന്നെ നമ്മുടെ അരിയാഹാരത്തിന് പകരം നമുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അതിലുമുണ്ട് ഏകദേശം ശകലം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഗോതമ്പ് നമ്മൾ ക്വാണ്ടിറ്റി കുറയും, മറ്റേ ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കും. ഉരുട്ടി വിഴുങ്ങിയല്ലേ ആളുകളില്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ കഴിയുന്നത് ചെറുധാന്യങ്ങൾ എന്ന് പറയും. ഈ കിളിക്ക കൊടുക്കുന്ന തിന കണ്ടിട്ടില്ലേ, അതുപോലുള്ളത് ഡയബറ്റീസുകാർക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തിന, അതുപോലെ തന്നെ ഏറ്റവും എളുപ്പം റാഗിയാണ്, കൂരക്. ഈ കൂരകിൻ്റെ ആഹാരം എന്താ പറയുക, ഡയബറ്റീസുകാർ 3 പ്രാവശ്യം കൂരകിൻ്റെ എല്ലാം കഴിക്കാം. കൂര കൊണ്ട് നമുക്ക് പിന്നെ കുറുക്കൽ കൂര ഉണ്ടാക്കാം, കാച്ചി കുടിക്കാം, പിന്നെ പുട്ടുണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, ഇതെല്ലാം ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ തൊലി കളയാത്ത പയറുവർഗ്ഗങ്ങളെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന പയറെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തൊലി കളഞ്ഞാണ് വാങ്ങിക്കുന്നത്. തൊലിക്കാണ് ഗുണം. തൊലി എന്ന ഫൈബർ, മാക്സിമം ഫൈബർ. ഇത് ഞാൻ ഈ പറയുന്നതല്ല, ഹൃദയത്തിനും ബെസ്റ്റാണ്. പിന്നെ പിന്നെ ഈ ഫൈബർ ഉപയോഗിക്കും. ഫൈബർ വലിയ ഇതിനകത്തെല്ലാം വരും. ഇപ്പോൾ ഉഴുന്നായാലും പയറായാലും കടലയായാലും ഇതെല്ലാം ഉപയോഗിക്കാം. പക്ഷെ അത് തൊലി കളയാത്തതായിരിക്കണം. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി തൊലി കളഞ്ഞ് ഉഴുന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദോശയ്ക്ക് ഇഡലിക്കാണെങ്കിൽ തന്നെ തൊലി കളഞ്ഞാണ് വാങ്ങിക്കുക. അതുകൊണ്ട് പ്രയോജനമില്ല. തൊലി കളയാത്തതാണ് വേണ്ടത്. പിന്നെ തൊലി കളയാത്ത പിന്നെ അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. എന്നിരുന്നാലും ഈ ഡയബറ്റീസ് ഉള്ളവർക്കും ഹൃദ്രോഗികൾക്കും ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് പിന്നെ കിഴങ്ങ് വർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മരച്ചീൻ അല്ലെങ്കിൽ കപ്പയിൽ 100% ഈ സ്വീറ്റ് പൊട്ടറ്റോയിൽ 20% വരുന്നുള്ളൂ. തന്നെയല്ല നിറച്ച് നാരാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പൊഴിഞ്ഞോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരുകൾ കാണാം. ഈ നാരുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഡയബറ്റീസുകാർക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ മധുരമുള്ള പിന്നെ പാനീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും മധുരം കരിക്കും വെള്ളം ഉപയോഗിക്കാം. കരിക്കും വെള്ളത്തിൽ പ്രത്യേകം. അപ്പോൾ ഉദാഹരണം നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഈ കഞ്ഞിവെള്ളത്തിൽ 100% കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഈ കരിക്കും വെള്ളത്തിൽ 20% വരുള്ളൂ. പക്ഷേ അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുഴുക്ക കളർ പിന്നെ കെമിക്കൽ ചേർത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കുഴപ്പമുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചില തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് തേങ്ങ നമ്മൾ ഏതെങ്കിലും ചൂടാക്കി കഴിഞ്ഞ് തേങ്ങ കൊണ്ട് കൂട്ടിൽ നമ്മൾ തേങ്ങ ഇടുമല്ലോ, അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തേങ്ങ ആണെന്നുണ്ടെങ്കിൽ ഈ കളർ ഈ കെമിക്കലുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കറായിരിക്കും. നമുക്കിവിടെ അനുഭവമുള്ളതാണ്. എനിക്കിവിടെ തന്നെ അനുഭവമുള്ളതാണ്. കാരണം ഈ വിലയ്ക്ക് വാങ്ങിക്കുന്ന തേങ്ങ ഉണ്ട്. ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ തേങ്ങ തിരികെ അതിന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ആവി കയറുമ്പോഴത്തേക്ക് കറക്കും. അതിലും കെമിക്കലാണ് ചേർക്കുക. തമിഴ്നാട്ടിലെ ഒരു ഇതുപോലെയാണ് അവർ ചെയ്യുന്നത്. കരിക്ക് നമ്മുടെ ഹോസ്പിറ്റൽ വാതിലെല്ലാം കരിക്കില്ലേ, ഡോക്ടർമാർ പറയും കരിക്ക് വാങ്ങിച്ചു കഴിക്കാം. അത് കരിക്ക് കഴിക്കാൻ പാടില്ല, കുഴപ്പമുണ്ടാകും. പിന്നെ അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ആനയ്ക്ക് വാട്ടർ മെലോണില്ലേ, ഈ വാട്ടർ മെലോൺ കൊടുത്തു കഴിഞ്ഞിട്ട് ആനയ്ക്ക് എറിയാൻ വയറിളക്കം വന്നിരിക്കുന്നു. അവന് മനുഷ്യൻ്റെ കാര്യം പറയണോ? അപ്പോൾ ഇതിനകത്തെല്ലാം വിഷമുണ്ട്. വിഷമില്ലാത്തതെന്ന് പറഞ്ഞാൽ വലിയ വിഷം വരാത്തത് പേരയ്ക്ക. ഈ പേരയ്ക്ക ഹൃദ്രോഗികൾക്കും നല്ലതാണ്, ഡയബറ്റിക് പേഷ്യൻറ്റും നല്ലതാണ്. അപ്പോൾ അതുപോലുള്ള ചില ലിമിറ്റഡ് ഫ്രൂട്ട്സുകൾ അവർക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നാടൻ പഴങ്ങൾ കഴിക്കാം.
ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ പഴം കഴിക്കാതിരിക്കേണ്ട, ദിവസം ഒരു ഏത്തപ്പഴം ഒരു കഴിക്കാൻ പറ്റും, അതിന് കുഴപ്പമില്ല. അത് നാടനായിരിക്കണം. മറ്റേ അല്ലെങ്കിൽ കെമിക്കലായി കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമാണ്. അപ്പോൾ അത് നമുക്ക് ഡയബറ്റീസിൻ്റെ പിന്നെ ഫുഡ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സാർ, ഇപ്പോൾ നമുക്ക് ഹോളിസ്റ്റിക് മെഡിസിനിൽ ഡയബറ്റിക്സ് ഉള്ളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് മെഡിസിനിൽ എങ്ങനെയാണ് ഈ ഡയബറ്റിക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ശരി, നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഇൻസുലിൻ അല്ലെങ്കിൽ കൊടുക്കാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പിന്നെ ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിൻസ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഹോമിയോപ്പതിയിൽ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഹോമിയോപ്പതിക്ക് മെഡിസിൻ്റെ സിസിജിയോ എന്ന് പറയും, സിസിജിയൻ ജംബോളേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാറപ്പഴത്തിൻ്റെ പിന്നെ കഷായം മരുന്നുകൾ അതിൻ്റെ സ്ത്രീയിൽ നിന്നെല്ലാം ആയുർവേദത്തിലുണ്ടായി. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാറും. പിന്നെ സിസിജിയോ എന്ന് പറഞ്ഞാൽ ഈ ഹോമിയോപ്പതിയിൽ മദർ ടിഞ്ചർ എന്ന് പറഞ്ഞാൽ കിട്ടും. അത് ഹോമിയോപ്പതിക് സ്റ്റോറുകളിലതൊക്കെ വയ്ക്കും. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡയബറ്റീസിന് ഏത് തരണമെന്ന് പറഞ്ഞാൽ അവർ പിന്നെ തരും. പിന്നെ പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ആയുർവേദത്തിൽ ഈ ത്രിഫല എന്ന് പറയും. ത്രിഫല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക, കടുക്ക, ജാതിക്ക, ഇത് മൂന്നിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാലും ഡയബറ്റീസിൻ്റെ പിന്നെ കൺട്രോൾ ചെയ്യാൻ നാച്ചുറൽ വേയിലെല്ലാം കൺട്രോൾ ചെയ്യാം. അത് പിന്നെ പ്രാക്ടിക്കലായിട്ടും വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും പറ്റും. അതേസമയം മോഡേൺ മെഡിസിനിലുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ പിന്നെ കഴിയുന്ന ഒരു ടാബ്ലറ്റ്സ് തരും. അപ്പോൾ ആ ടാബ്ലറ്റ്സ് കൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്യും, അതിന് സംശയമില്ല. അതല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ കൊണ്ട് പിന്നെ ആ പാങ്ക്രിയാസ് ഒട്ടും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ലേസിയാണ്. അപ്പോൾ അവർ നമ്മളിപ്പോൾ ഉദാഹരണം ചെറിയ ആൾ ജോലി ചെയ്യാൻ നമുക്ക് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യത്തില്ലല്ലേ എന്ന് പറഞ്ഞ പോലെ പാങ്ക്രിയാസ് ലേസിയാവും. അപ്പോൾ ഇൻസുലിൻ കിട്ടുന്നതിൽ പിന്നെ ഒരു ജോലി ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം നമ്മൾ ഇതുപോലുള്ള പിന്നെ അത് പറഞ്ഞാൽ ഏറ്റവും പ്രധാന എക്സസൈസാണ് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ യോഗ. പിന്നെ എൻ്റെ ഇവിടെ ആളുകൾ തന്നെ പല പേഷ്യൻസും വന്നിട്ടുണ്ട്. യോഗ കൊണ്ട് മാത്രം അവർക്ക് ഈ പാങ്ക്രിയാസ് ഡയബറ്റീസ് മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗയിൽ തന്നെ ഈ സർവാംഗാസന എന്ന് പറയും. അതിന് ഇംഗ്ലീഷ് പറയുന്നത് പിന്നെ ഷോൾഡർ സ്റ്റാൻഡ് പൊസിഷനാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിങ്ങനെ കുനിഞ്ഞാണ് വരുന്നത്. യോഗ പോസ്റ്റ് കണ്ട് കഴിയുമ്പോഴത്തേക്ക് അറിയാം. അത് ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യും. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ഇൻഡയറക്റ്റായിട്ട് പാങ്ക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ അത് ഡോക്ടേഴ്സിന് തന്നെ അത് പറയാൻ പറ്റില്ല. ഏകദേശം ആയുർവേദ ഡോക്ടേഴ്സ് തന്നെ അറിയാം. ഈ നാച്ചുറോപ്പതിക് ഡോക്ടർ അവരുടെ സബ്ജക്റ്റ് തന്നെയാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. അപ്പോൾ യോഗ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സോക്കേടുകൾ മാറ്റാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഡയറ്റ് കൊണ്ടും നമ്മുടെ എക്സസൈസ് കൊണ്ടും നല്ല ഒരു പരിധിയല്ല, നന്നായിട്ട് 100% വരെയും ഡയബറ്റീസ് മാറ്റാൻ സാധിക്കും. ആഹാര രീതിയാണ് ഏറ്റവും പ്രധാനം. ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ വെള്ളം എങ്ങനെ കുടിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള, കാരണം ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനക്കേടുണ്ടാവും. പിന്നെ വെള്ളം ഇത് ദഹിക്കത്തില്ല. അതിൻ്റെ കാരണം ഇതാണ്, മെഡിക്കലായിട്ടാണ്. ഇത് വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ പിന്നെ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാവും. അത് വെള്ളം ചെല്ലുമ്പോഴത്തേക്ക് ഡൈല്യൂട്ട് ആവും. അപ്പോൾ നമ്മുടെ ആഹാരത്തിനെ ദഹിപ്പിക്കത്തില്ല. ഏത് കഴിച്ചു കഴിഞ്ഞാലും വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് ആയി കഴിഞ്ഞാലും അത് ദഹിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആഹാരത്തിന് 1 മണിക്കൂറിന് മുമ്പോ 1 മണിക്കൂറിന് ശേഷമേ വെള്ളം കുടിക്കാവൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കും. പിന്നെ ഇതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കുഴപ്പമാവും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, പിന്നെ അതിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും, ട്രിപ്പ് എടുക്കേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ സാറിപ്പം ഹോളിസ്റ്റിക് മെഡിസിനിൽ ഡയബറ്റിക്സ് വന്ന ഒരു പേഷ്യൻറ്റിന് ലൈഫ് സ്റ്റൈൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം അതെല്ലാമാണ് സാറ് പറഞ്ഞത്. സാർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹോളിസ്റ്റിക് മെഡിസിനിൽ ഹൃദ്രോഗം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെ സാറ് പറഞ്ഞിരുന്നല്ലോ, ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി ഫസ്റ്റ് ആൻജിയോഗ്രാം അല്ലേ, ആൻജിയോഗ്രാമിന് പകരം ഒരു ലേസർ അങ്ങനെ. അപ്പോൾ അതുപോലെ ഇംഗ്ലീഷ് മെഡിസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോളിസ്റ്റിക്കിൽ എന്താണ് ഡയബറ്റിക്സ് ട്രീറ്റ്മെൻറ്റിനുള്ളൊരു വ്യത്യാസം എന്താണ്? ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ ഉദാഹരണം നമുക്ക് ഈ ലേസർ ഒന്നിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ്റെ മോസ്റ്റ് പിന്നെ ഡെവലപ്ഡ് ഫോമാണ് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ലേസർ എല്ലാ ഫീൽഡിലും ഉപയോഗിക്കുന്നുണ്ട്. ബ്രെയിൻ ട്യൂമർ, അതിപ്പോൾ ഉദാഹരണം ബ്രെയിൻ ട്യൂമർ, പാങ്ക്രിയാറ്റിക് ട്യൂമർ, പിന്നെ ലിവർ ട്യൂമർ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സർജറി ചെയ്യാൻ വലിയ പാടാണ്. ആ സർജിക്കൽ കണ്ടീഷനിൽ നമുക്ക് ലേസർ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ.
പക്ഷേ ലേസർ ഇവിടെ പിന്നെ ഡോക്ടേഴ്സ് കൂടുതൽ പഠിക്കാറുമില്ല, അത് പഠിപ്പിക്കാറുമില്ല, സ്പെഷ്യലൈസ് ചെയ്യാറുമില്ല. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ എല്ലാം കൂടുതലും യൂറോപ്പിലും അമേരിക്കയിലുമാണ്. അപ്പോൾ അവരിതിനെല്ലാ സോക്കറ്റ്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ പാങ്ക്രിയാസിൻ്റെ കാര്യം പറഞ്ഞു. ഈ പാങ്ക്രിയാസിൻ്റെ തന്നെ സെല്ലുകൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ, പാങ്ക്രിയാസിൻ്റെ സെല്ലുകൾ നശിച്ചിരിക്കും. അപ്പോൾ ആ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ലേസർ ബീംസ് നല്ലതാണ്. അപ്പോൾ അത് ലേസർ എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവും. ഈ സ്റ്റോണിനെ നമുക്ക് സർജറി ചെയ്യാതെ പാങ്ക്രിയാസിൻ്റെ ഇതുകൊണ്ട് നമുക്ക് പാങ്ക്രിയാസിൽ സ്റ്റോൺ ഉണ്ടാവും, അത് ലേസർ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ലിവറിൽ സ്റ്റോൺ ഉണ്ടാവും, ഇതിനെല്ലാം ഉപയോഗിക്കാം. സാർ, ഇപ്പം ജീവിതശൈലി കൊണ്ട് ഡയബറ്റിക്സ് വരുന്ന കാര്യങ്ങൾ സാറ് പറഞ്ഞു, ഫുഡിലൂടെ, വാട്ടർ പൊല്യൂഷനൊക്കെ. പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഡയബറ്റിക്സ് ഉള്ള ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പം കുഞ്ഞു കുട്ടികളിൽ എങ്ങനെയാണ് ഡയബറ്റിക്സ് വരുന്നത്? അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളിൽ ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ അത് ഹോളിസ്റ്റിക് മെഡിസിനിൽ ക്യൂറബിൾ ആണോ? തീർച്ചയായിട്ടും. കാരണം ക്യൂറബിൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു പാരമ്പര്യമായിട്ട് വരുന്നതുകൊണ്ട്, പിന്നെ മറ്റു പല കാരണങ്ങൾ വരുന്നതുകൊണ്ട് ജുവനൈൽ ഡയബറ്റീസ്. അപ്പോൾ അത് ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു ക്വസ്റ്റ്യനാണത്. ഡയബറ്റീസ് എങ്ങനെ ഇത് മാറ്റാൻ സാധിക്കും. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഡയറ്റ് ഏറ്റവും പ്രധാനമാണ്. പിന്നെ അതിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് നാച്ചുറൽ ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ഒന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇവനെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാങ്ക്രിയാസിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം. കാരണം പാങ്ക്രിയാസിൽ ആവശ്യമില്ലാത്ത സെല്ലുകളെ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടാക്കും. അതായത് ലേസർ ഇങ്ങനെയാണ് പറയുക, ലേസർ ഈസ് വർക്കിംഗ് ഇങ്ങനെയാണത്. ഇറ്റ് ഈസ് അബ്സോർബിംഗ് ദ അബ്നോർമൽ സെൽസ് ഓർ ദ ക്ലോട്ട്സ് ഓർ ദ പ്ലേക്സ് വിത്തൗട്ട് ഹാർമിംഗ് ദ നോർമൽ സെൽസ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഗിവിംഗ് ദ എനർജറ്റിക് കണ്ടീഷൻ ടു നോർമൽ സെൽസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു റീജനറേറ്റീവ് പ്രോസസ്സാണ്. ഞാൻ മലയാളത്തിൽ പറയാം. ഇപ്പോൾ ലേസർ ബീംസ് അവിടെ പോയി ഏതെങ്കിലും അവയവത്തിൽ പോയിട്ട് ആവശ്യമില്ലാത്ത സെല്ലുകളെ എല്ലാം അത് ഇവോപ്പറേറ്റ് ചെയ്ത് കളയും. അതൊരു ഡീടോക്സിഫിക്കേഷൻ പോലെ. എന്നിട്ട് പുതിയ സെല്ലുകളെ ഉണ്ടാക്കും. അതാണ് അത്ര ഡെവലപ്പ് ആകാനുള്ളതാണ് ലേസർ. ലേസർ ട്രീറ്റ്മെൻറ്റ് ഈ ജുവനൈൽ ഡയബറ്റീസിനും എല്ലാ ഡയബറ്റീസിനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ സ്റ്റോൺ, എല്ലാ സ്റ്റോൺ ഉപയോഗിക്കാം. ലിവർ സ്റ്റോൺ, ഗാൾ ബ്ലാഡർ സ്റ്റോൺ, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വരും കിഡ്നിയിലെ. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡയറ്റും റെജിമെൻറ്റും കൊണ്ട് മാറ്റാൻ സാധിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തന്നെ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാങ്ക്രിയാസ് വർക്ക് ചെയ്യും. ഇൻസുലിൻ പ്രൊഡ്യൂസ് കംപ്ലീറ്റ് വർക്ക് ചെയ്തില്ലെങ്കിലും പാർഷ്യലായിട്ട് വർക്ക് ചെയ്തിട്ട് അതിന് ഒരു കോംപ്ലിക്കേഷൻ എല്ലാം മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ട്രീറ്റ്മെൻറ്റാണ് അക്യുപഞ്ചർ എന്ന് പറയും. അക്യുപഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിൻറ്റ്സുകളുണ്ട്. ആ പോയിൻറ്റ്സുകളിൽ നീഡിൽ കൊടുത്തിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ പർട്ടിക്കുലർ ഓർഗൻ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അത് നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ലേസർ അക്യുപഞ്ചർ അല്ലാതെ തന്നെ പഠിക്കുന്നുണ്ട്, എന്നാലും അത്രയും വരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഒരു സമയം ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇന്ന് ഹോളിസ്റ്റിക് മെഡിസിനിൽ ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിന് എന്തുമാത്രം സാധ്യതകളുണ്ട്, എന്തുമാത്രം നന്നായിട്ട് അത് ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അതുപോലെ സാറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരു നോളജ് ബാങ്ക് പോലെ സാറ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാർ. അതുപോലെ തന്നെ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്ന് ആരോഗ്യപദത്തിൽ ഹോളിസ്റ്റിക് മെഡിസിനിൽ ഡയബറ്റിക്സ് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടത്. ഇതുപോലെ മറ്റൊരു വിഷയമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.